ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ റാന്നിയിൽ മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിലുണ്ടായ ചെറിയൊരു തർക്കമാണ് ഒരു കൊലപാതകത്തിലേക്ക് ചെന്നെത്തിയത്. പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലായിരുന്നു അമ്പാടി കൊലക്കേസിന് കാരണമായ ആ തർക്കവും കയ്യാങ്കളിയും നടന്നത്. അതാണ് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പ്രദേശത്ത് സ്ഥിരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. ഇവിടെ നിന്ന് മദ്യവിൽപ്പനശാല മാറ്റണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തൊട്ടടുത്ത് CMS കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് റാന്നി ഇട്ടിയപ്പാറ ബിവറേഴ്സിൻ്റെ പാർക്കിംഗ് കേന്ദ്രം. റാന്നി അമ്പാടി കൊലക്കേസിലെ പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അമ്പാടിയെ അരുങ്കൊല ചെയ്യുന്നതിലേക്ക് എത്തിച്ചത്. മദ്യം വാങ്ങാനെത്തിയവർ തമ്മിൽ ചെറിയൊരു തർക്കം, അത് പിന്നെ മദ്യപിച്ചുള്ള കയ്യാങ്കളിയും വെല്ലുവിളിയുമായി മാറി. ഏറ്റവും ഒടുവിൽ അമ്പാടി സുരേഷ് എന്ന 24-കാരനെ നിഷ്ഠൂരമായി കാറിടിച്ച് കൊലപ്പെടുത്തി. ജനങ്ങൾക്കെന്നും പരാതി മാത്രമേ റാന്നി ഇട്ടിയപ്പാറയിലെ ബിവറേജസ് കോർപ്പറേഷൻ്റെ മദ്യവിൽപ്പനശാലയെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ക്ലാസ്സിലോട്ട് വരുന്ന സമയത്താണ് ബിവറേജ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മിക്കവർക്കും ഇങ്ങനെ മോശം അഭിപ്രായങ്ങളും പോകുമ്പോഴത്തേക്കും അസഭ്യങ്ങൾ പറയുന്നതും പുറകെ വരുന്നതും അങ്ങനെ കുറേ പെമ്പിളർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മിക്കവരും ഓട്ടോയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിലാണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. മിക്കവരും വന്ന് കള്ളു കുടിച്ചിരിക്കുക, അവിടെ നിന്ന് കമൻ്റ് അടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കോളേജ് നടക്കുന്നത്. തൊട്ടടുത്താണ് റാന്നിയിലെ പ്രസിദ്ധമായ CMS കോളേജ്. ഇനി കോളേജിന് മുൻപിൽ ഇന്ന് നടന്ന പരസ്യ മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ കാണുക. ഇത്തരം സംഭവങ്ങൾ ഇവിടെ പതിവാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മദ്യവിൽപ്പനശാലയ്ക്ക് തൊട്ടപ്പുറത്ത് റോഡരികിലടക്കം മദ്യലഹരിയിൽ ആളുകൾ കിടക്കുന്നതും പതിവാണത്രേ. വഴിയാത്രക്കാരും കച്ചവടക്കാരും അടക്കം നാട്ടുകാരെ വലയ്ക്കുന്ന ഗതാഗതക്കുരുക്കും മേഖലയിൽ പതിവാണ്. എല്ലാ ദിവസവും മിക്ക സമയങ്ങളിലും പോലീസിനെ ഇവിടെ കാവൽ നിർത്തേണ്ട അവസ്ഥയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നാട്ടുകാരും കോളേജ് വിദ്യാർത്ഥികളും അടക്കം പറയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.